നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ ആമസോൺ കാടിനേക്കാൾ നിഗൂഢവും ഭയാനകവുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാത. ഇന്ന് നമ്മൾ പോകുന്നതൊരു കാട്ടിലേക്കല്ല, നിങ്ങളുടെ തന്നെ ജീവിത വിജയത്തിന്റെ അഗാധതയിലേക്കാണ്. കയ്യിലൊരു ധൈര്യം കരുതുക, കാരണം ഈ യാത്രയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. യാത്ര തുടങ്ങി ആദ്യ 100 മീറ്റർ പിന്നിടുമ്പോൾ തന്നെ ശബ്ദങ്ങൾ മാറിത്തുടങ്ങും. ചുറ്റുമുള്ളവരുടെ കളിയാക്കലുകൾ, നെഗറ്റീവ് വാക്കുകൾ, ഇവയൊക്കെ ആമസോണിലെ ബുള്ളറ്റ് ഉറുമ്പുകളെ പോലെയാണ്. ഒറ്റ കടിമതി നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ. ആ വേദന 24 മണിക്കൂറല്ല, ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടുനിന്നേക്കാം. പക്ഷേ ഓർക്കുക, ആമസോണിലെ യോദ്ധാക്കൾ ആ ഉറുമ്പുകളെ നേരിട്ടാണ് തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പരാജയവും നിങ്ങളുടെ കരുത്തളക്കാനുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ്. കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ വഴിയിൽ മനോഹരമായ കാഴ്ചകൾ കാണാം. തിളങ്ങുന്ന നിറങ്ങളുള്ള വിഷത്തവളകൾ, പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ തൊട്ടാൽ മരണമുറപ്പ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള താൽക്കാലിക സുഖങ്ങളുണ്ട്. അലസത, സോഷ്യൽ മീഡിയയിലെ വെറുതെ കളയുന്ന സമയം, ലഹരികൾ, ഇവയൊക്കെ നിങ്ങളെ ആകർഷിക്കും. പക്ഷേ അവയിൽ തൊട്ടാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവിടെ അവസാനിക്കും. തിളങ്ങുന്നതിനെയെല്ലാം വിശ്വസിക്കരുത്. നിങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യത്തിൽ മാത്രം ഉറപ്പിക്കുക. ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. വെളിച്ചം കുറഞ്ഞുവരുന്നു. ആമസോൺ ഭയാനകമാകുന്നത് രാത്രിയിലാണ്. ചുറ്റും കൂരിരുട്ട്, സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. ദൂരെ ഒരു ജാഗ്വാറിന്റെ കണ്ണുകൾ തിളങ്ങുന്നതുപോലെ നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാകും. പക്ഷേ ഓർക്കുക, ഏറ്റവും വലിയ വേട്ടക്കാരനായ ഹാർപ്പി ഈഗിൾ ഉയരത്തിൽ പറക്കുന്നത് കാറ്റും മഴയും വകവയ്ക്കാതെയാണ്. കൊടുങ്കാറ്റുകളെ നേരിടുമ്പോഴാണ് നിങ്ങളൊരു കരുത്തനായ വേട്ടക്കാരനായി മാറുന്നത്. ഇതാ മുന്നിൽ ആർത്തളച്ചൊഴുകുന്ന ആമസോൺ നദി. ഇതിൽ പിരാനകളുണ്ട്, അനക്കോണ്ടകളുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഒരുപക്ഷേ ഒരു വലിയ സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടോ ആകാം. വെള്ളം അരയ്ക്കൊപ്പം ഉയരുമ്പോൾ തിരിച്ചു പോകാൻ തോന്നും. പക്ഷേ ഗൈഡ് പറയുന്നത് പോലെ നിൽക്കരുത്, ഓടുക. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നത് മരണത്തിന് തുല്യമാണ്. സർവശക്തിയും എടുത്ത് മുന്നോട്ട് കുതിക്കുക. അവസാനം നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. അവിടെ സ്വർണ്ണക്കട്ടികളുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മളെ തന്നെയാണ്. ആമസോണിന്റെ യഥാർത്ഥ നിധി സ്വർണ്ണമല്ല, അവിടെ നിലനിൽക്കുന്ന ആ അത്ഭുതകരമായ ജീവവൈവിധ്യമാണ്. അതുപോലെ വിജയമെന്നത് നിങ്ങൾ നേടിയെടുക്കുന്ന പണമോ പ്രശസ്തിയോ മാത്രമല്ല. ആ യാത്രയിൽ നിങ്ങൾ പരിണമിച്ചുണ്ടായ ആ പുതിയ മനുഷ്യനാണ്. പരാജയങ്ങളെ അതിജീവിച്ച, ഭയത്തെ തോൽപ്പിച്ച ആ കരുത്തനായ മനുഷ്യൻ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ നിധി. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് മറ്റൊരു കടമ്പ കൂടി കടക്കാനുണ്ട്. അതിനായി തയ്യാറാണോ? എങ്കിൽ നമുക്കടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പോരാട്ടം തുടരുക.